മക്കളെ വരിയും കളസ് കിച്ചനിലെ ഇന്ന് ചെയ്യാൻ പോണ ഒരു റെസിപ്പി ചേന ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടെ ചോദിച്ചിരുന്നു, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്. ചേന ഒരു കഷ്ണം ചേന ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ചേന നമുക്ക് എടുക്കാം. ഞാൻ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വരിയും മക്കളെ, ഇത് നല്ല വൃത്തിയെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറത്തിരിക്കുന്ന ആ തൊലിയെല്ലാം കളഞ്ഞ് ഒരു 3-4 വെള്ളം കഴുകണം. പിന്നെ ഇത് വെളിച്ചെണ്ണ കുറച്ച് കയ്യിലൊന്ന് പുരട്ടിയിട്ടാണ് നമ്മളിത് വൃത്തിയാക്കേണ്ടത്. ഇല്ലെങ്കിൽ കയ്യിൽ ചൊറിച്ചിലുണ്ടാകും. അതും കൂടെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയിലാണ് ഞാൻ അത് ഇട്ടേക്കുന്നത് വെള്ളത്തിൽ. ചേന വന്ന് കറക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയിൽ ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊരു 3-4 വെള്ളം നല്ല വൃത്തിയെ കഴുകണം. നമ്മൾ അരിയണ സമയത്ത് കുറച്ച് എണ്ണയും കൂടെ പുരട്ടിക്കൊള്ളണം. അടുപ്പുള്ളവർ ഒരു ഊരണമെങ്കിൽ അത് ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിലോട്ട് ഒരു കഷ്ണം ഇടണമെന്നൊക്കെ പണ്ടുള്ള ആളുകൾ പറയും. നല്ല വൃത്തി ഒന്ന് നല്ല ഞകടി കഴുകിയിട്ട് നമുക്ക് ഉപ്പ് മുളകെല്ലാം പുരട്ടണം. മക്കളെ വരി ചേന ഫ്രൈക്ക് എന്തൊക്കെ മസാലകൾ ചേർക്കണമെന്ന് നമുക്ക് നോക്കാം. കാശ്മീരും എരിവ് മുളകും കൂടെ ചേർന്നത് 1 സ്പൂണ് ചേർത്തിട്ടുണ്ട് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കറി മസാല, 1/4 സ്പൂണ് ടീസ്പൂണാണ് കുരുമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഒരു 1/2 ടീസ്പൂണ് കണക്കാക്കി ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതാണ് മക്കളെ നമ്മൾ ചേന ഫ്രൈക്കുള്ള മസാല സാധനങ്ങൾ. ഇത് ഞാൻ നല്ല വൃത്തിയെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊരു 4 വെള്ളമൊക്കെ കഴുകിയാണ് വെച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അവിയലിനൊക്കെ നമ്മൾ അരിയും പോലെയാണ് ഇത് കഷ്ണാക്കേണ്ടത്. തീരെ നൈസും അല്ല, തീരെ കട്ടിക്കും കൂടണ്ട, ഈ തരത്തിനെടുത്താൽ മതി. നമുക്ക് ചേന ഒന്ന് വെന്ത് കിട്ടണം, തീരെ കനത്തിലിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ അളവിനെ അരിഞ്ഞെടുക്കണം. ഇനി ഈ മസാലകളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് കൈ വെച്ച് നമുക്കൊന്നതിനെ കുഴച്ച് കൊടുക്കാം, ഒന്ന് മിസ്സാവാൻ വേണ്ടി. കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല മിസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാകുന്ന ഉപ്പും എരിവുമൊക്കെ ഉണ്ടാകുന്ന ഇപ്പോഴും നോക്കിക്കൊള്ളണം നിങ്ങൾ. ഇത് നല്ല ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് മസാലകളെല്ലാം ഇതിൽ പിടിച്ച് കിട്ടണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല പച്ച കരിവേപ്പില നോക്കി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നീടും കുറച്ചുകൂടെ ഇടണം. ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മാത്രം തന്നെ ഇട്ടിട്ടുള്ളത്. ഉപ്പ് എരിവ് എല്ലാം ഉണ്ടാകുന്ന ഇപ്പം നോക്കിയിട്ട് നിങ്ങൾ അടച്ച് വെക്കി. ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അടച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ ചേന ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറിന് മുകളിലായി നമ്മളിത് വെച്ച്. ഇനി ഇത് എണ്ണ 2 സ്പൂണ് കണക്കാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ ഇനി ഇത് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന എടുത്ത് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒരു അടപ്പെടുത്ത് ഇത് അടച്ചു കൊടുക്കണം. ഇത് നമുക്ക് മൊത്തം എണ്ണയിലല്ല, ആവിയിലും കൂടെയാണ് ഈ ചേന വെന്ത് കിട്ടേണ്ടത്. അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ആവിയിൽ നമുക്ക് ഈ ചേന വെന്തോളും. അതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് കൊടുത്താണ് ഇത് നല്ല ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് നല്ല വെന്ത് കിട്ടണം. ഇത്
കൂടുതൽ തീ പാടില്ല. ഗ്യാസിലായിരുന്നാലും സിമ്മിൽ വെച്ചോളി. അടപ്പെടുത്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്ക് അടച്ച് വയ്ക്കണ്ട. ഇനി കുറച്ചൊന്ന് ഇങ്ങനെ ഒന്നും മൊരിഞ്ഞ് കിട്ടണം. നല്ല ഫ്രൈ ആയി വരണം. കുറച്ചുകൂടാവുന്നു. കുറച്ച് കരിയേപ്പില നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കരിയേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ടാന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് മൊരിഞ്ഞ് വരണം. ഫ്രൈൻ്റെ ഇതിലായിട്ട് വരണം. ചേനയെല്ലാം നല്ല വെന്ത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. മക്കളെ, ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെ വീട്ടിലും ഇതേപോലെ ചെയ്ത് നോക്കണം മക്കളെ. ഞാൻ പറഞ്ഞിട്ടുള്ള മസാല സാധനങ്ങളും ഇട്ട് ഇതേ രീതിയിൽ ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ മക്കളെ.